ഹലോ. നമുക്ക് മൊഡ്യൂള് 2-ലെ സൂപ്പർ കണ്ടക്ടിവിറ്റി അതിൽ വരുന്ന കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ആ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ഫീൽഡ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സെമി കണ്ടക്ടേഴ്സ്, type 1 and type 2 superconductors, Meissner effect, BCS theory, application of superconductors. ഇങ്ങനെ ഇത്രയും ടോപ്പിക്സാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 ടൈപ്പ് 2. ഞാൻ റാൻഡായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്താ വെച്ചാൽ ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ which of the following is a characteristics of type 1 semiconductor? ടൈപ്പ് 1 സെമികണ്ടക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്കറിയാം. ഈ മാഗ്നറ്റൈസേഷൻ്റെയും അതുപോലെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അപ്ലൈഡ് ഫീൽഡ് എന്ന് പറയുന്നത് H. H എന്ന് വരച്ച് കഴിഞ്ഞാൽ H, അതുപോലെ മാഗ്നറ്റൈസേഷൻ M വരച്ച് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പോവുക. ഓക്കെ, ബേസിക്കലി രണ്ട് വിധത്തിൽ ഈ ഗ്രാഫ് വരക്കാറുണ്ട്. ഒന്ന് ജസ്റ്റ് M എന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഫോർത്ത് ക്വാഡ്രൻറ്റിലായിട്ട് വരക്കാം, അല്ലാതെ വേറെ രീതിയിൽ വരക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ MH തന്നിട്ട് ഇങ്ങനൊരു ഗ്രാഫ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഇങ്ങനെ പോകുന്നൊരു കർവ് തന്നു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ഗ്രാഫാണ്. ഈ സൂപ്പർ കണ്ടക്ടർ തന്നെ എന്താണ്, ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ അതിൻ്റെ ഡിഫറൻസ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇങ്ങനൊരു ഗ്രാഫ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് വരുന്നതെങ്കിൽ അത് ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ഗ്രാഫാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് ടെമ്പറേച്ചറിൽ? അറ്റ് ദ ടെമ്പറേച്ചർ ബിലോ ക്രിട്ടിക്കൽ ഓർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ. നമുക്കറിയാം ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെ ആയിരിക്കും എപ്പോഴും സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സിസ്റ്റ് ചെയ്യുക. ഇവിടെ ഇനി വേറൊരു രീതിയിലും ഈ ഗ്രാഫ് തരാറുണ്ട്. ആ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തരുമ്പോൾ ഈ ഗ്രാഫ് കറക്റ്റാണ്, കാരണം ഇവിടെ പോസിറ്റീവ് M, നെഗറ്റീവ് വാല്യൂസ് താഴോട്ടാണ് മാഗ്നറ്റൈസേഷൻ. ഇതിൻ്റെ വേറൊരു രീതിയിലുള്ളൊരു ഗ്രാഫ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വേറെ രീതിയിലുള്ള ഗ്രാഫിൽ ഇവിടെ -M എന്ന് കൊടുക്കും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ? ഈ മേലോട്ട് മൈനസും താഴോട്ട് പോസിറ്റീവാണ്. ആ ഒരു കേസിൽ എന്താണ് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഞാൻ ഈ ഒരു -MH എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ബേസ്ഡ് ആയിട്ട് സൂപ്പർ കണ്ടക്ടേഴ്സിനെ രണ്ട് തരത്തിലുള്ള സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡാണല്ലോ H എന്ന് പറയുന്നത്. H എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് കൂട്ടി വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫീൽഡ് എത്തുന്നത് വരെ ഇത് ഇൻക്രീസ് ആവുള്ളൂ. ഇറ്റ്സ് ഇൻക്രീസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനുശേഷം ഒരു സഡൻ ഡ്രോപ്പ് അതായത് ഈ സൂപ്പർ കണ്ടക്ടീവ് വാനിഷ് ചെയ്യും പെട്ടെന്ന് തന്നെ. അത്തരത്തിൽ പെട്ടെന്ന് തന്നെ വാനിഷ് ചെയ്യുന്നതിനാണ് ടൈപ്പ് 1 എന്ന് പറയാം.
ഇനി ഈ ഒരു വാനിഷ് ഒരു ഗ്രാജുവലായിട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ ടൈപ്പ് 2 എന്ന് പറയും. ടൈപ്പ് 2ന് 2 ക്രിട്ടിക്കൽ ഇതുണ്ട്, HC1ഉം HC2 ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ട്. ടൈപ്പ് 1ന് ഒരൊറ്റ ക്രിട്ടിക്കൽ ഫീൽഡ് ഉള്ളൂ. ഇത്രയും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും വിചാരിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് MCQ സെഷൻ ആയതുകൊണ്ട് കൂടുതൽ MCQ എംഹാസ് ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്? സോ ദേ ഹാവ് ഗ്രാജുവൽ ട്രാൻസിഷൻ ടു നോർമൽ സ്റ്റേറ്റ്. അല്ല, ഇത് ടൈപ്പ് 2ൻ്റെ പ്രോപ്പർട്ടിയാണ് അല്ലേ, ടൈപ്പ് 2 ആണ്. സോ ഇതല്ല. ദേ എക്സിബിറ്റ് പെർഫെക്റ്റ് മാഗ്നറ്റിസം ആൻഡ് എക്സ്പെൽ മാഗ്നറ്റിക് ഫീൽഡ് കംപ്ലീറ്റ്ലി. അത് കറക്റ്റാണ്. കാരണം മറ്റേതിൻ്റെ കേസിൽ എന്ത് ചെയ്യും, ഇവിടെ അത് പെർഫെക്റ്റ് ഇതായിരിക്കും, ഇവിടെ അത് പെർഫെക്റ്റ് ഇവിടെ പെർഫെക്റ്റ് ഡയമാഗ്നറ്റിക് ആയിരിക്കും, ഇവിടെ നോർമൽ സ്റ്റേറ്റ് ആയിക്കാരം. ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആയിക്കാരം ടൈപ്പ് 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടൈപ്പ് 2ൻ്റെ കേസിൽ നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. ദേ അലോ പാർഷ്യൽ പെനിട്രേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അത് തെറ്റാണ്. ഓക്കെ, സോ ദേ ക്യാൻ ഓപ്പറേറ്റ് അറ്റ് വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ്, അത് തെറ്റാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ്. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു ഫിനോമിനെ നമ്മൾ പറയുന്ന പേരാണ് മെഷീനർ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പെൽ ചെയ്യുന്ന. സോ വിച്ച് പ്രോപ്പർട്ടി ഡിസ്റ്റിങ്വിഷ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ഫ്രം ടൈപ്പ് 1? എന്താണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെന്ന് ചോദിച്ചു. എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തന്നെയാണ്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ഹാവ് എ സിംഗിൾ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അത് തെറ്റാണ്. 2 ഫീൽഡ് ഉണ്ട് അല്ലേ, ഒരു ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യണം HC1 ടു HC2. സോ രണ്ടാമത്തെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ എക്സിബിറ്റ് എ മിക്സ്ഡ് സ്റ്റേറ്റ് വിത്ത് പാർഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് പെനിട്രേഷൻ. അത് കറക്റ്റാണ്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ഓൺലി യൂസ്ഡ് ഇൻ ലോ ഫീൽഡ് ആപ്ലിക്കേഷൻ. അങ്ങനെ പറയാൻ പാടില്ല. മെയിനായിട്ട് ലോ ഫീൽഡിലാണോ ഹൈ ഫീൽഡിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ മെയിൻലി ഇപ്പോൾ കറൻ്റ്ലി നോൺ ആയിട്ടില്ല എല്ലാ ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സും ഉപയോഗിക്കുന്നത് ടൈപ്പ് 2 ആണ്. സോ ഇവിടെ പറയുന്നത് ലോ ഫീൽഡ് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. സോ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻ, ഹൈ ക്രിട്ടിക്കൽ പോയിൻ്റുള്ളത് ടൈപ്പ് 2 ആണ്. ഓക്കെ, സോ ഇത് തെറ്റാണ്. ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ഡു നോട്ട് ഫോം കൂപ്പർ പെയർസ്. അതും തെറ്റാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡു നോട്ട് ഫോം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിക്സ്ഡ് സ്റ്റേറ്റ്. ഓക്കെ, ഡിസ്കസ് ചെയ്ത് വാട്ട് ഹാപ്പൻസ് ഇൻ ദ മിക്സ്ഡ് സ്റ്റേറ്റ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്? മെറ്റീരിയൽ ബിക്കം കംപ്ലീറ്റ്ലി നോർമൽ. മിക്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ ബിഹേവ്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഗ്രാജുവലായിട്ട് പോവാണ്. സോ ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നോർമൽ സ്റ്റേറ്റ് എത്തുന്നതിന് മുന്നേ ഇവിടെ എന്താണ് അതിൻ്റെ അതിന് സംഭവിക്കുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കേട്ടോ. ഇവിടെ -m ഇവിടെ h അങ്ങനെ ഒരു ആക്സിസിലാണ് ഇത് വരക്കുന്നത്. ഓക്കെ, -m ഒരിക്കലും മാറരുത് കേട്ടോ. ഇവിടെ -m ആണ്, h ആണ്. ഓക്കെ, -m അല്ലെങ്കിൽ ഇത് നേരെ തല തിരിച്ച് വരും. സോ മാഗ്നറ്റിക് ഫ്ലക്സ് പാർഷ്യലി പെനിട്രേറ്റ് ദ സൂപ്പർ കണ്ടക്ടേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഫ്ലക്സ് വോർട്ടിസസ്. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. So which of the following is true about type 1 conductors? Type 1 superconductors. They have 2 critical ഇത് ടൈപ്പ് 2ൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ദേ ലോ സൂപ്പർകണ്ടക്ടർ അറ്റ് വെരി ലോ മാഗ്നറ്റിക് ഫീൽഡ്. അത് കറക്റ്റാണ്. കാരണം മറ്റേ റേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ. ദേ ആർ ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ഹൈ ഫീൽഡ് ആപ്ലിക്കേഷൻ. അല്ല, ഹൈ ഫീൽഡിൽ ടൈപ്പ് 2 ആണ് ഉപയോഗിക്കുന്നത്. ദ എക്സെപ്റ്റ് ഇൻ മിക്സ്ഡ് സ്റ്റേറ്റ്, അത് ടൈപ്പ് 2ൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് ബി ആണ്. Now, so
സോ ടൈപ്പ് 1ൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, അൾട്ടർനേറ്റീവ് ലോ മാഗ്നറ്റിക് ഫീൽഡിൽ. വിച്ച് വൺ ഓഫ് ഫോളോയിങ് മെറ്റീരിയൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ടൈപ്പ് 2. ടൈപ്പ് 2ന് എക്സാമ്പിൾ എന്താണ്? ഈ കോമ്പൗണ്ടായിട്ട് വരുന്ന അധികവും ടൈപ്പ് 2 ആയിരിക്കും കേട്ടോ. അതൊരു മനസ്സിലൊന്ന് വെച്ചാൽ മതി. മോസ്റ്റ്ലി കോമ്പൗണ്ടായിട്ട് വരുന്നത്, സോ നിയോബിയം, ടൈറ്റാനിയം, അലോയ്, സോ ഇങ്ങനെ കോമ്പൗണ്ടായിട്ട് വരുന്നത് അധികവും ടൈപ്പ് 2 ആയിരിക്കും. സോ ഇത് ടൈപ്പ് 2 ആണ്. ഓക്കെ, സി. പിന്നെ ഇവിടെ ടൈപ്പ് 2ൽ വരുന്ന ഒരു സിംഗിൾ എലമെൻ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അതിൽ വരുന്ന ടൈപ്പ് 2ൽ വരുന്നതാണ് ബോറോണ്. അതുപോലെ ടൈപ്പ് 2ൽ വരുന്ന സിംഗിൾ എലമെൻ്റ് ആയിട്ട് കേട്ടോ, ബോറോണ്, സിലിക്കണ്, ഇതൊക്കെ സിംഗിൾ എലമെൻ്റ് ആണ്. വനേഡിയം, അതുപോലെ ടെക്നീഷ്യൻ. ഓക്കെ, ടി സി, ടെക്നീഷ്യൻ, ടി സി, വനേഡിയം, ഇതൊക്കെ ടൈപ്പ് 2ൽ വരുന്ന സിംഗിൾ എലമെൻ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. സോ ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സിംഗിൾ എലമെൻ്റ് ആയിട്ട് വരുന്നതാണ് ഇത്രയും സിംഗിൾ എലമെൻറ്റ് ടൈപ്പ് 2 ആണ്. അതുപോലെ കോമ്പൗണ്ട് ആയിട്ട് വരുന്നതൊക്കെ എന്തായിരിക്കും? ടൈപ്പ് 2 ആയിരിക്കും മോസ്റ്റ്ലി. സോ ഇത്രയും ഓർത്താൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ടൈപ്പ് 1 വന്നാലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു, നിയോബിയം, ടൈറ്റാനിയം, അലോയ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the critical magnetic field Hc for type 1 superconductors varies linearly with the temperature. Okay, സോ ടെമ്പറേച്ചറിനനുസരിച്ച് ഈ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ എപ്പം കുറഞ്ഞ് വരാം, ഇങ്ങനെ അതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട്. സോ ഓരോ എലമെൻറ്റിനും, ഡിഫറെൻ്റ് എലമെൻറ്റിന് ഇങ്ങനെ ഓരോ ഡിഫറെൻ്റ് ബിഹേവിയർ ആയിക്കാരം. സോ ഇവിടെ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് Hc എന്ന് പറയുന്നത്, ഇവിടെ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. സോ ക്രിട്ടിക്കൽ ഫീൽഡ് കുറഞ്ഞ് വരും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അത് വാനിഷ് ചെയ്തിട്ട് 0 ആയി പോകും. സോ അങ്ങനെയാണ് സംഭവിക്കുന്നത്. HC vs ടെമ്പറേച്ചർ കർവാണ് കേട്ടോ. സോ ദ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് HC ഫോർ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സ് വേരീസ് ലീനിയർലി. സോ വേരീസ് ലീനിയർലി വിത്ത് ടെമ്പറേച്ചർ ബിലോ TC. ഇതാണ് കേട്ടോ ആൻസർ. സോ നമ്മൾ ലീനിയർലി ആണ് നമ്മൾ പറഞ്ഞല്ലോ. എങ്ങനെ? പിന്നെ എമ്മും HCയും ഗ്രാഫ് അതും ലീനിയർലി ആണ് കേട്ടോ വരുന്നത്, MHC. സോ ബേസിക്കലി കുറച്ചുകൂടി ഡിക്രീസസ്, ഇവിടെ ഒരു ഓപ്ഷൻ ഡിക്രീസസ് ആണെങ്കിലും കറക്റ്റാണ് കേട്ടോ. സോ അടുത്തത്, സോ ഫോർ സൂപ്പർ കണ്ടക്ടർ ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി -1. പിന്നെ പെർഫെക്റ്റ്ലി ഡയാമാഗ്നറ്റിക് എന്നും പറയും അല്ലേ, -1 ആയി കഴിഞ്ഞാൽ എല്ലാം എക്സ്പെൽ ചെയ്ത് വിടുന്നുണ്ട്. സോ ഇൻ ദ ഇക്വേഷൻ B = μ0 × H × 1 + H, വാട്ട് B റെപ്രസെൻറ്റ്? B എന്താ? അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് സൂപ്പർ കണ്ടക്ടർ അല്ല. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് H ആണ്, അത് എക്സ്റ്റേണൽ ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം, അതുകൊണ്ട് മാഗ്നറ്റൈസേഷൻ കൊണ്ട് അല്ലേ, M എന്ന് പറയും. സോ ഇവിടെ B എന്ന് പറയുന്നത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ഇതാണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് B ആണ്. Now in the equation B = μ0 H × 1 + X. നോ, ഇത് X അല്ല, ഇതിങ്ങനൊരു ചിഹ്നം ഉണ്ടല്ലോ, ആ ഒരു ചിഹ്നമാണ്. ഞാൻ വായിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി ജസ്റ്റ് X എന്ന് പറഞ്ഞോളൂ. ഓക്കെ, സസെപ്റ്റിബിലിറ്റി എന്നാണ് പറയുക അതിന്. പെർഫെക്റ്റ്ലി X അല്ല, ഗ്രീക്ക് സിമ്പിളാണ്. ഓക്കെ, എക്സിൻ്റെ പോലെയുള്ളൊരു സിമ്പിളാണ്. ഓക്കെ, സോ ഇൻ ദ ഇക്വേഷൻ വാട്ട് B റെപ്രസെൻറ്റ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. സോറി, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. X = -1, so susceptibility is equal to -1 for a superconductor. What does the equation B? സോ ആൻസർ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അറിയാൻ വിചാരിക്കുന്നു. B 0 ആയിരിക്കും. ദ കണ്ടീഷൻ X = susceptibility -1 in superconductor is responsible for. നമുക്കറിയാം സസെപ്റ്റിബിലിറ്റി -1 ആകുമ്പോൾ
ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ പെർഫെക്റ്റ്ലി ഡയമാഗ്നറ്റിക്കും. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനൊക്കെ എക്സ്പെൽ ചെയ്യും. സോ ഒരു സ്പിയർ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തു കൂടെ കയറാൻ എല്ലാ ഫീൽഡ് ലൈൻസും കടന്നു പോവുക. സോ ആ ഒരു കേസിനെ നമ്മൾ പറയുന്ന പേരാണ് മീസ്നർ ഇഫക്റ്റ്. സോ ബി, ഓപ്ഷൻ ബി ആണ് ആൻസർ. നൗ സോ നമ്മളൊരു ഫ്യൂ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു ലൈവ് ആക്കിയിട്ട് ഞാൻ ഇടാം. സോ ലെങ്ത് കൂട്ടേണ്ട എഴുതിയിട്ടാണ് കേട്ടോ. സോ വാട്ട് ഡസ് മ്യൂസിറോ റെപ്രസെൻറ്റ് ഇൻ ദ ഇക്വേഷൻ മാഗ്നറ്റിക്സ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്? ഓക്കെ, വാട്ട് ഡസ് BCS തിയറി? ഓക്കെ, ഞാൻ എത്ര സ്ലൈഡ് ഉണ്ട് നോക്കട്ടെ കേട്ടോ. So far we are on 25th slide. So we have around 72 slide. So around 36 questions ഉണ്ട് നമുക്ക്. നമ്മളൊരു 12 questions ഡിസ്കസ് ചെയ്തു. സോ ഒരു 2 or 3 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ BCS തിയറി എന്ന് പറയുന്നത് പുതിയൊരു ഇതല്ലേ. അപ്പോൾ BCS തിയറി അതിനെക്കുറിച്ച് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ BCS തിയറി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് അടുത്ത ലൈവിൽ BCS തിയറി കുറച്ച് PPT ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എന്താ സംഭവിക്കുന്നത്? വാട്ട് ഡസ് BCS തിയറി പ്രൈമറിലി എക്സ്പ്ലെയിൻ? എന്താ? ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ല, ഇത് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് കൺവെൻഷണൽ മെറ്റീരിയൽസിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റി ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി ഇൻ കൺവെൻഷണൽ മെറ്റീരിയൽസ്, അതാണ് കറക്റ്റ്. ഓക്കെ, ഇൻ BCS തിയറി വാട്ട് മീഡിയേറ്റ്സ് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ്? നമുക്കറിയാം ഫോണോൺ അല്ലെങ്കിൽ ലാറ്റിസ് വൈബ്രേഷൻസ് ആണ് എന്ത് ഇലക്ട്രോൺസുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യാൻ കാരണം ഇലക്ട്രോൺസ് എപ്പോഴും സെയിം ചാർജ് ആയതുകൊണ്ട് തന്നെ റിപ്പൽ ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇവർ BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫോണോൺ എന്ന് പറയുന്ന ഒരു ഫോണോണാണ് എന്ത് പറയുന്നത് ഇതിൻ്റെ അട്രാക്ഷന് കാരണമാവുന്നത്. സോ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. സോ നോട്ട് ഫോട്ടോൺ, ഇറ്റ്സ് ഫോണോൺസ്. സോ അല്ലെങ്കിൽ ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയും. ഓക്കെ, സോ വാട്ട് ആർ കൂപ്പർ പെയർസ് ഇൻ ദ കോണ്ടെക്സ്റ്റ്? നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ പെയറാണ് കൂപ്പർ പെയർ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. സോ ഓപ്പോസിറ്റ് സ്പിന്നില്ല ആൻഡ് മൊമെൻറ്റം. സോ ദിസ് ഇസ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. So the collective quantum state formed by Cooper pairs in superconductors is described as. So രണ്ട് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് എന്ത് BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് എക്സിസ്റ്റൻസ് ഓഫ് എനർജി ഗ്യാപ്പ്. സോ ആ എനർജി ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇവിടെ സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ആൻഡ് ദ ഫ്ലക്സ് ക്വാണ്ടൈസേഷൻ. സോ ഈ രണ്ട് തിയറീസ് അല്ലെങ്കിൽ പോയിൻ്റാണ് BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഓൾസോ കൺവെൻഷണൽ മെറ്റീരിയലായ ലോ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, കളക്റ്റീവ് ക്വാണ്ടം സ്റ്റേറ്റ് ഫോംഡ് ബൈ കൂപ്പർ പെയർസ് ഇൻ സൂപ്പർ കണ്ടക്ടർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ലോക്കലൈസ്ഡ് ഇലക്ട്രോൺ സിംഗിൾ കോവറൻറ്റ് ക്വാണ്ടം സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു ഫ്ലക്സ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. സോ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, so next question, what is the significance of energy gap in BCS theory? ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ആൻസർ. ഓക്കെ, സോ ഇറ്റ് പ്രിവെൻറ്റ് സ്കാറ്ററിങ്. സോ സ്കാറ്ററിങ് ഉണ്ടാകുമ്പോഴാണ് ആ റെസിസ്റ്റൻസ് ഉണ്ടാവുക. ആ റെസിസ്റ്റൻസ് 0 അല്ലേ സൂപ്പർ കണ്ടക്ടീവിൻ്റെ കീഴിൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ എനർജി ഗ്യാപ്പൊക്കെ വരുന്നത്. സോ this is the right answer. Okay, option C. Now it prevents scattering by imperatives like the energy gap in superconductor. വീണ്ടും സിമിലർ ക്വസ്റ്റ്യൻ ആണ്. സോ ബട്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്. ഡിക്രീസ് as the temperature approach the critical temperature. ഒബിയസ്ലി ഡിക്രീസ് ചെയ്യണമല്ലോ. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മേലൊക്കെ എന്തായിരിക്കും സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടമാവും അല്ലേ.
സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടമാവുന്ന അർത്ഥം എന്താ? ഈ എനർജി ഗ്യാപ്പ് ഉണ്ടാവുന്നില്ല. സോ എനർജി ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അവിടെ അവിടെ എന്താ പറയുക, റെസിസ്റ്റൻസ് 0 വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ആസ് വിത്ത് ഇൻക്രീസ് ഇൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുന്നു. സോ ബി ആണ് ആൻസർ, കറക്റ്റ് കേട്ടോ. സോ അക്കോർഡിംഗ് ടു BCS തിയറി, മീസ്നർ എഫക്റ്റ് occurs because of എങ്ങനെയാണ് വരുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ട്രാപ്ഡ് ഇൻസൈഡ് സൂപ്പർ കണ്ടക്ടർ, മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് എക്സ്പെൽഡ് ഫ്രം സൂപ്പർ കണ്ടക്ടർ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി. BCS theory explain Meissner effect as a result of magnetic shield bilateral minimization of free energy. So this B ആണ്. What happens at critical temperature of superconductors? എന്താണ് നമുക്കറിയാം, സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടമാവും. സോ സൂപ്പർ കണ്ടക്ടിവിറ്റി is destroyed, resistance returns. So ഇനി ക്വസ്റ്റ്യൻ 42. നമുക്ക് ഒരു 15 ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. അത് ഒരു 5 മിനിറ്റിന് ശേഷം ഞാൻ ഈ ലൈവ് ഒന്നുകൂടി വരുന്നതാണ്. സോ ജസ്റ്റ് ഈ ലൈവ് ഇവിടെ എൻ്റെ ഒരു 5 to 10 മിനിറ്റ്സിന് ശേഷം ആ റിമൈനിങ് 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ബ്രേക്ക്.